കേരളത്തിന്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഡിഗ്രിക്ക് എന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തിട്ടോ. പഠിത്തത്തിൽ ആവറേജ് എന്നാ അവളെക്കുറിച്ച് ഞങ്ങളൊക്കെ ഓർത്ത്. വലിയ സുന്ദരിയാണെന്നൊന്നും വിളിക്കാനും പറ്റത്തില്ല. ഫസ്റ്റ് ഇയറിൽ അവളൊരു അഫെയറിലായി. അവനാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും ഇൻസ്പയറിംഗും ആയിട്ടുള്ളൊരു പയ്യൻ. പിന്നത്തെ 2 വർഷം കൊണ്ട് അവളുടെ ചേഞ്ച് കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടി. ക്ലാസ് ടെസ്റ്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന 3 പിള്ളേരിലൊന്ന് എപ്പോഴും അവളാ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മിടുക്കി. എന്തിനു പറയണം, ആ വർഷം ഞങ്ങളുടെ കോളേജിലെ ബ്യൂട്ടി കോൺടെസ്റ്റിൽ അവളായിരുന്നു വിന്നർ. പിന്നെ ഞങ്ങൾ അറിഞ്ഞു മീഡിയയിൽ എത്തണം എന്നുള്ളത് അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന്. വെറുതെ ആഗ്രഹിക്കുക മാത്രമല്ല, നന്നായിട്ട് പരിശ്രമിക്കാൻ കൂടി ചെയ്തതോടെ അവളെന്ന് അറിയപ്പെടുന്ന ഒരു മീഡിയ പേഴ്സണാണ്. ഒരിക്കൽ അവളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ പ്രണയമാണ് എന്നെ മാറ്റിക്കളഞ്ഞെന്ന്. ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒരാളെ കിട്ടിയപ്പോൾ അവൾ ലക്ഷ്യത്തിലെത്തിച്ചേർന്ന് കണ്ടോ. അതുകൊണ്ട് മനസ്സിലിങ്ങനെ ഒരു അനുരാഗമൊക്കെ ഉണ്ടെങ്കിൽ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു പറയുന്നു, കാണുമ്പോൾ തന്നെ അത് പറഞ്ഞേരെ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇപ്പൊ കേട്ട പാട്ട് ഏതാണെന്നറിയോ? ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന മൂവിയിലെ സോങ്ങാ. ആ പാട്ടിന്റെ പേര് എനിക്കറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്ക് പേരില്ല. എത്ര വഴക്കിട്ടാലും വീണ്ടും എനിക്ക് വഴക്കുണ്ടാക്കാനും പിണങ്ങാനും അവൻ തന്നെ വേണം എന്ന തോന്നലല്ലേ റീനു പ്രണയം എന്നാ ചോദിച്ചേക്കുന്നത്. ശരിയാ, ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്ത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കും, വഴക്കുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. പക്ഷെ അയാള് അത്രയും ക്ഷമയുള്ള ആളും കൂടി ആയിരിക്കണം കേട്ടോ. നമ്മളൊരു വഴക്കുണ്ടാക്കുമ്പോൾ തിരിച്ചും വഴക്കുണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയണ്ട. പിന്നെ സിജോയുടെ അടുത്ത് ഇതുപോലെ തന്നെ ഒരാൾ പേര് പറയാതെ ഒരു മെസ്സേജ് അയച്ചു. അകലങ്ങൾ നമ്മളെ അകറ്റിയാലും ഒരു മധുര സ്വപ്നമായി നീ എന്നും എൻ്റെ ഹൃദയത്തിന്റെ അടുക്കലുണ്ടായിരിക്കുമെന്ന്. എനിക്ക് എന്ത് ഇഷ്ടം എന്നറിയോ, രാത്രി ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉറങ്ങാൻ പോയാൽ നമ്മുടെ മനസ്സിൽ അയാൾ തന്നെ വരുമായിരിക്കുന്നു. എനിക്ക് ഉറപ്പാ നിങ്ങളെല്ലാം ഇതുപോലത്തെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. ഉണ്ടോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ അടുത്ത് പറയണേ. അരികെ എന്ന മൂവിയിലെ ഈ പാട്ട് കേട്ടോണ്ട് പറഞ്ഞാൽ മതി. ഫെപ്പം എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നിങ്ങൾ കേട്ടത്. ഞാൻ റീനു. എൻ്റെ കൂടെ സംസാരിക്കാനായിട്ടേ രാജീവ് എത്തിയിട്ടുണ്ട്. രാജീവ്, പ്രണയിച്ചിട്ടുണ്ടോ? എന്താണത് പറയുമ്പോൾ ഒരു ചിരി? രണ്ടും ഒരാളെ തന്നെയാണോ, അതോ ഒരാളെ ഞാൻ പണ്ട് പ്രണയിച്ചു ഇപ്പൊ ഞാൻ വേറെ ആളെ പ്രണയിക്കുന്നു, അങ്ങനെയാണോ? അത് തന്നെ. പണ്ടത്തെ പ്രണയത്തിന് എന്നാ പറ്റി? അപ്പൊ നമ്മൾ തടയാൻ നോക്കിയില്ലേ? അതെന്നാ? അവൾക്ക് നല്ല ഭാവിയുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. സ്വയം നല്ല വിശ്വാസമാണ്. അതെ, എനിക്ക് സന്തോഷമായി. അപ്പൊ പുതിയ ആളും വേറെ കല്യാണം കഴിക്കാൻ നേരത്തെ ഇയാളെ തടയത്തില്ല? അവളുടെ കല്യാണം അടുത്ത ഫെബ്രുവരിയോടെ ഉണ്ടാവും. അപ്പൊ നമ്മള് വേറുള്ളവരെ കെട്ടാൻ പോകുന്ന പെൺകുട്ടികളെ കണ്ടുപിടിച്ച് പ്രണയിക്കുകയാണോ? ഇല്ല, അങ്ങനെ ഓരോരുത്തരുടെ സങ്കടങ്ങൾ തീർത്തിരുത്തരും അവർ നമ്മളെ ഇഷ്ടപ്പെട്ട് വന്നേനെ. എനിക്ക് എന്റെ അമ്മ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എനിക്ക്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടിന് ശേഷം കിളികൾ പറന്നു. ഈ രാത്രിയല്ലേ, ഉറങ്ങുമായിരിക്കും. തേരെ ബിന, ഇഷ്ടപ്പെടുന്ന ആളുടെ ബിന ജീവിക്കാൻ ആർക്കും ഇഷ്ടമല്ല. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഐ സ്റ്റിൽ ഹാവ് രാജീവ്. ഇഷ്ടപ്പെടുന്നയാള് നമ്മളെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് പറയുന്നത് ശരിയാണോ? അതെ, തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ടിനെ നമുക്ക് വിടാം, ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഫ്രണ്ടിന്റെ കാര്യം തീർച്ചയായിട്ടും. നൂൽപാലത്തെ നിൽക്കുന്ന ഗേൾ ഫ്രണ്ടാ നമുക്കല്ലേ? അവരിപ്പോ സരിത പഠിക്കുന്നത് കല്യാണം നടത്തുന്നത് നമുക്കറിയാം. കാരണം അവളുടെ അച്ഛൻ CA ആണ്. നമുക്ക് ചിലപ്പോൾ ഈ കോൺവെർസേഷൻ ഇവിടെ വെച്ച് തീർക്കായിരിക്കും നല്ലത്. എന്റെയും രാജീവിന്റെയും ആരോഗ്യസ്ഥിതിക്ക് അത് വളരെ നല്ലതായിരിക്കും. എന്നാലും ഫ്രണ്ട്സ് ഒക്കെ കാണില്ലേ ഈ സർവീസില്? അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്ന അടി ഞാനും കൂടി ഷെയർ ചെയ്യുന്നത്? വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഒരാളെ കമ്പനിക്കുണ്ടെങ്കിൽ പ്രശ്നമില്ലടാ. നരകത്തിൽ ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ സുഖമാണ്. പക്ഷെ രാജീവ് എന്നെ വിട്ടേക്കൂ, അതിന് ഞാൻ വരണില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.
Stay tuned to Love Bites on Club FM for a ton കണക്കിന് romance.